ദീപാവലി അഥവാ ദീപാവലി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഒരുപാട് ദീപങ്ങൾ, മധുര പലഹാരങ്ങൾ, പടക്കങ്ങൾ, ഗിഫ്റ്റുകൾ, അങ്ങനെയൊക്കെ. ഇന്ത്യയിൽ മാത്രമല്ല ദീപാവലി ആഘോഷിക്കുന്നത്. ശ്രീലങ്ക, നേപ്പാൾ, ഫിജി, സിംഗപ്പൂർ, മൗറീഷ്യസ് ഈ രാജ്യങ്ങളിലെല്ലാം ദീപാവലി നല്ലപോലെ ആഘോഷിക്കാറുണ്ട്. എന്നാൽ എന്താണ് ദീപാവലി? എന്തിനു വേണ്ടിയാണ് ദീപാവലി ആഘോഷിക്കുന്നത്? ഇതിൻ്റെ പിന്നിലെ കഥ എന്താണ്? ഈ വീഡിയോ ദീപാവലിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററിയാണ്. ഇന്ത്യയിലെ പല ഭാഗത്തും ദീപാവലിക്ക് പല കഥകളാണ് ഉള്ളത്. നോർത്ത് ഇന്ത്യയിൽ ഒരു കഥയാണെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു കഥയാണ്. ഇനി ജൈന മതത്തിലും സിഖ് മതത്തിലും ദീപാവലിക്ക് വ്യത്യസ്ത കഥകളാണുള്ളത്. ദീപാവലിനെ പറ്റി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് 2 കഥകളാണുള്ളത്. നോർത്ത് ഇന്ത്യയിലെ ആളുകൾ ദീപാവലി ആഘോഷിക്കുന്നത് ത്രേതായുഗത്തിലെ വിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ രാമൻ്റെ കഥയെ ആസ്പദമാക്കിയിട്ടാണ്. 14 വർഷത്തെ വനവാസത്തിന് ശേഷം രാമൻ രാവണനെ വധിച്ചിട്ട് സീതയെ മോചിപ്പിച്ച് ലക്ഷ്മണനുമായി അയോധ്യയിലേക്ക് എത്തി. ആ ദിവസം അയോധ്യയിലുള്ള ജനങ്ങൾ ഇവരെ ദീപങ്ങൾ തെളിയിച്ച് സ്വീകരിച്ചു. പിന്നീട് ആ ദിവസത്തിൻ്റെ സ്മരണയിൽ നിന്നാണ് ദീപാവലി ഉണ്ടായതെന്നാണ് ഇവരുടെ വിശ്വാസം. ഇനി നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ദീപാവലിയുടെ കഥ എൻ്റയർലി ഡിഫറൻ്റ് ആണ്.